അള്ളാഹു രണ്ടാമത്തെ ലോകമായ ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് മനുഷ്യനെ പറഞ്ഞയച്ചു. ഉമ്മയുടെ ഗർഭാശയത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. ഈ ലോകത്തെ ഏറ്റവും വലിയ സുഭദ്രമായ സ്ഥലമെന്നാണ് ഉമ്മയുടെ ഗർഭാശയത്തെ ഖുർആൻ വിശേഷിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഭദ്രമായ സ്ഥലം. പിതാവിന്റെ മുതുകിൽ നിന്ന് കടന്നു വന്ന ബീജത്തുള്ളിയായിരുന്ന നീ ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് കടന്നു ചെന്നു. അവിടെ വെച്ചുണ്ടായ മാറ്റങ്ങൾ അല്ലാഹു പറയുന്നു. സുമ്മ ഖലഖനൻ നുത്ഫത അലക. ആ ഇന്ദ്രിയത്തുള്ളിയെ അല്ലാഹു ചോരത്തുള്ളിയാക്കി മാറ്റി. ഫഖലഖനൽ മുൽഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. എന്നിട്ട് അല്ലാഹു ആ ചോരത്തുള്ളിയെ ഇറച്ചി കഷണമാക്കി. ആ ഇറച്ചി കഷണത്തെ അല്ലാഹു എല്ലിൻ കഷണമാക്കി. ഫകസൗനൽ ഇളാമ ലഹ്മാ. ആ എല്ലിൻ കഷണത്തെ അല്ലാഹു ഇറച്ചി കൊണ്ട് മൂടിയത്രേ. അല്ലാഹു പറയുന്നു സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. ഇറച്ചി കൊണ്ട് മൂടിയ ആ എല്ലിൻ കഷണത്തിൽ അല്ലാഹു മനുഷ്യ ശരീരങ്ങളെ ഘടിപ്പിച്ചു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു പറയുകയാണ്, ശേഷം 9 മാസത്തിന് ശേഷം 14 വാരിയല്ലുകൾ ഒരുമിച്ചൊടിയുന്ന വേദന സഹിച്ചു നിന്റെ ഉമ്മ നിനക്ക് ഈ ലോകത്തേക്ക് ജന്മം തന്നെന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അന്നു മുതൽ ദുനിയാവെന്ന നിന്റെ 3ാമത്തെ ലോകം ആരംഭിച്ചു. അന്നു മുതൽ ദുനിയാവെന്ന നിന്റെ 3ാമത്തെ ലോകം ആരംഭിച്ചു. ഈ ലോകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ വിടുന്നു പറഞ്ഞു തരികയാ. ഇന്ന ദുനിയാ കുല്ലുഹാ മൽഊനാ വമൽഊനതും മാ ഫീഹാ. അവിടുന്ന് പറഞ്ഞു തന്നു, അല്ലാഹു പടച്ചിരിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ആകാശമുണ്ടല്ലോ, ഭൂമിയുണ്ടല്ലോ, താരാപഥങ്ങളുണ്ടല്ലോ, കടലും കരയും സർവ്വതും അണിഞ്ഞൊരുക്കിയിട്ട് ഇതിന്റെ സംവിധായകനായ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞു തരികയാ, ഈ ദുനിയാവെന്നുള്ളത് എന്റെ ശാപം പേറിയ ലോകമാണെന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എല്ലാം വർണ്ണിച്ചൊരുക്കിയിട്ട് ഈ ലോകവും ഈ ലോകത്തെ സർവ്വചരാചരങ്ങളെയും നിർമ്മിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഇതിനെ മുഴുവനും ഞാൻ ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ വാക്കാ. ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ. ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല. ഈ ഭൂമിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നെങ്കിൽ, ഒരു കൊതുകിന്റെ വിലയല്ല, ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും ഒരു മനുഷ്യനും ഒരിറക്ക് വെള്ളം പോലും കുടിക്കുകയില്ലായിരുന്നു എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, ഈ ഭൂമിയെ പടച്ചിട്ട് അല്ലാഹുവും പ്രവാചകനും ഒക്കെ പറയുന്നു ഈ ഭൂമി അല്ലാഹു ശപിച്ചു. എന്തേ കാരണം? നമ്മളോട് ഉസ്താദന്മാര് വഅള് പറയുന്നു, ഈ ദുനിയാവിനെ വല്ലാതെ സ്നേഹിക്കല്ലേ, ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കും. അത് ഖുർആനിൽ ഒരു 150 തവണ പറഞ്ഞിട്ടുമുണ്ട്. എന്തേ കാരണം? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേറൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു ഈ ഭൂമിയെ ശപിക്കാനുള്ള ഒന്നാമത്തെ കാരണം അല്ലാഹുവിന്റെ ശാപമേറ്റ ഇബ്ലീസ് അധിവസിക്കുന്ന ലോകമായതുകൊണ്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ശാപം പേറിയ ഇബ്ലീസ്, ആ ഇബ്ലീസ് കടന്നു വന്ന് പാർക്കുന്ന ലോകമായതുകൊണ്ടാണ് അല്ലാഹു ഈ ദുനിയാവിനെ ശപിച്ചത് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് ഒരിക്കൽ തന്റെ സ്വഹാബത്തിനെ മദീനത്തെ പള്ളിയിലോട്ട് വിളിച്ചിട്ട് ഒരു ഗഹനഗംഭീരമായ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വലാ തത്തബിഇശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ട ശത്രുവാണ് ഇബ്ലീസ് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുവിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസിനെ കുറിച്ച് പഠിക്കണം.
ആ ഇബ്ലീസിനെ കുറിച്ച് പഠിക്കണം. അവൻ എങ്ങനെ സ്വർഗത്തിൽ ജീവിച്ചു, എങ്ങനെ സ്വർഗത്തിന്റെ വെളിയിലോട്ട് പോയി, സ്വർഗത്തിന്റെ വെളിയിലോട്ട് കടന്നു വന്ന ഇബ്ലീസ് എങ്ങോട്ട് പോയി, ഇബ്ലീസിന് ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, കൂട്ടുകാരുണ്ടോ, ഇതൊക്കെ പഠിക്കണം. എന്നാലേ നമ്മുടെ ജീവിതം വിജയിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. എന്റെ വിഷയം ജീവിത വിജയത്തിനായി എന്നാണ്. ഈ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. ആ ശത്രുവിന്റെ ഉപദ്രവത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള കുറെ മാർഗങ്ങൾ പഠിക്കണം. എന്നാലേ ജയിക്കുള്ളൂ. ആണോ അല്ലയോ? ആണോ അല്ലയോ? അതെ. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബ, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹു 3 വിഭാഗത്തെയാണ് പടച്ചു വെച്ചത്. 3 വിഭാഗത്തെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹു ഈ ഭൂമിയിലോട്ട് പടച്ചയച്ചത്. അതിലൊന്ന് വഖുലിഖത്തിൽ ഇൻസാൻ മിൻ തീൻ. ആദ്യമായിട്ട് അള്ളാഹു ഈ ഭൂമിയിലോട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ പടച്ചയച്ചത് ആരെയെന്നറിയുമോ? അത് മനുഷ്യരെയാണ്. മനുഷ്യരെ അള്ളാഹു പടച്ചത് മണ്ണിൽ നിന്നാണ്. 2 വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളിലെ പടച്ചവന്റെ പട്ടാളം എന്ന് വിശേഷണമുള്ള മലക്കുകൾ, ആ മലക്കുകളെ അള്ളാഹു പടച്ചടോ. എന്നിട്ട് ഈ ഭൂമിയിലോട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ പറഞ്ഞയച്ചു. 3 വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ. ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന 3ാമത്തെ വിഭാഗമാരെന്നറിയുമോ? അത് ജിന്നുകളാണ് സ്വഹാബ. അത് ജിന്നുകളാണ് സ്വഹാബ. ജിന്നുകളെ അള്ളാഹു പടച്ചത് തീയിൽ നിന്നാണ്. ജിന്നുകളെ അള്ളാഹു പടച്ചത് തീയിൽ നിന്നാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനാണ് പടച്ചവൻ പടച്ചത്. ഈ ജിന്ന് വിഭാഗത്തിൽ പെട്ടവനാണ് ഇബ്ലീസ്. അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് ഇബ്ലീസിനെ കുറിച്ച് പറയുകയാ, 40,000 വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനാണ് ഇബ്ലീസ്. ഇന്നും മലക്കുകൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് അറിവുകൾ അറിയാവുന്ന ആളാണ് ഇബ്ലീസ്. മലക്കുകളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്. അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിലോ അള്ളാഹുവിന്റെ ഇരിപ്പിടത്തിന്റെ തൊട്ടടുത്ത് ഇരിപ്പിടമുണ്ടായിരുന്നവൻ. അള്ളാഹു മനുഷ്യനെ പടച്ചു മലക്കുകളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നു. വഇദ് ഖുല്ലാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. മനുഷ്യനോട് അള്ളാഹു മലക്കുകളോട് പറയുന്നു, ഈ മനുഷ്യന് നിങ്ങൾ സുജൂദ് ചെയ്യൂ. കോടാനു മലക്കുകൾ സുജൂദ് ചെയ്തു. ഇബ്ലീസ് മാറി നിന്നു. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ എന്തിനാണ് ഈ മനുഷ്യന് സുജൂദ് ചെയ്യുന്നത്? 40,000 വർഷമായിട്ട് നിന്റെ മുന്നിൽ ഇഅ്തികാഫിരിക്കുന്നവനാണ്. ഈ മലക്കുകളുടെ ഉസ്താദാണോ? ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. അവൻ അള്ളാഹുവിനോട് പറയുകയാ, പടച്ചവനെ, നീ എന്നെ തീ കൊണ്ടാണ് പടച്ചത്. നീ എന്നെ തീ കൊണ്ടാണ് പടച്ചത്. ഇവനെ നീ മണ്ണിൽ നിന്നല്ലേ പടച്ചത്. ഞാനതുകൊണ്ട് സുജൂദ് ചെയ്യില്ല അല്ലാ. അവൻ അഹങ്കരിക്കുകയാണ്. അവനിൽ അഹങ്കാരം വരികയാണ്. അല്ലാഹു പറയുന്നു, ഉഖ്റുജ് മിൻഹാ മഫ്ളൂഹൻ വമൽഊന. ഇനി നിനക്ക് ഈ സ്വർഗത്തിൽ സ്ഥാനമില്ല. ഇനി നിനക്ക് ഈ സ്വർഗത്തിൽ സ്ഥാനമില്ല. അതാ പടച്ചവന്റെ ശാപം പേറിക്കൊണ്ടു ഇബ്ലീസ് സ്വർഗത്തിന്റെ കവാടത്തിലോട്ട് കരഞ്ഞുകൊണ്ട് നടക്കുമ്പോ അവൻ അള്ളാഹുവിന്റെ മുന്നിലോട്ട് വീണ്ടും തിരിഞ്ഞു നടന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വന്നിട്ട് 2 കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാ. അവൻ പറയുന്നു, നാദാ,
രണ്ട് കാര്യങ്ങൾക്ക് നീ എനിക്ക് മറുപടി തരണേ അല്ലാ. നീ തരില്ല എന്ന് പറയല്ല പടച്ചവന്. ഇത്രയും നാള് നിന്റെ അരികിലിരുന്നവനല്ലേ, ഈ മലക്കുകൾക്ക് കിതാബ് ഓതി കൊടുത്തവനല്ലേ, ഇവർക്കറിവ് പഠിപ്പിച്ചു കൊടുത്തവനല്ലേ. എന്റെ രണ്ട് ആവശ്യങ്ങൾ നീ സ്വീകരിക്കണം അല്ലാ. അവൻ അല്ലാഹുവിനോട് പറയുന്നു, ഒന്നു റബ്ബി അൻളിർനീ ഇലാ യൗമി യുബ്അസൂൻ. ആദ്യമായിട്ടവൻ പടച്ചവനോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് ആയുസ് തരണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് ആയുസ് തരണം. അതിനു മുമ്പ് നീ എന്നെ മരിപ്പിക്കല്ല പടച്ചവന്. ഈ ലോകമെന്ന് അവസാനിച്ചു പോകുന്നുവോ എന്നാണോ ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത്, അതുവരെ നീ എനിക്ക് ആയുസ് തരണം. അല്ലാഹു അത് അംഗീകരിക്കുകയാണ്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. അല്ലാഹു പറയുന്നു, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. അവൻ അല്ലാഹു ആയുസ് അനുവദിച്ചു കൊടുത്തു. ഖിയാമത്ത് നാൾ വരെ അവൻ ആയുസ് അനുവദിച്ചു കൊടുത്തു. രണ്ടാമതായിട്ട് അവൻ റബ്ബിനോട് പറയുന്നു, നാദാ ഖാല റബ്ബി ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ഈ ലോകത്തിന്റെ നാനാദിക്കുകളിൽ അധിവസിക്കുന്ന സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾ, അവര് നന്മ ചെയ്യുവാൻ വേണ്ടി മുന്നോട്ട് കാല് വെക്കുമ്പോൾ അവരുടെ മുന്നിൽ ഞാൻ തടസ്സം നിൽക്കും പടച്ചവന്. അവരെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കില്ല അല്ലാ. ചാമുണ്ടി വളവ് സ്വലാത്ത് നഗറിൽ മതപ്രഭാഷണം നടക്കുമ്പോൾ അത് കേൾക്കണമല്ലോ, ഇൽമു പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരണമല്ലോ. ആഗ്രഹത്തോടെ ഒരു സഹോദരി കാലെടുത്തു മുന്നോട്ട് വച്ചാൽ ഇബ്ലീസ് തടസ്സമായിട്ട് വരും, ഇബ്ലീസ് തടസ്സമായിട്ട് വരും. പള്ളിയിലോട്ട് നമസ്കരിക്കുവാൻ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമസ്കരിക്കാതിരിക്കാൻ ഇബ്ലീസ് തടസ്സമായിട്ട് വരും. ഇവൻ അല്ലാഹുവിനോട് പറഞ്ഞതാണ്, നാദാ നീ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ ഞാൻ തടസ്സമായിട്ട് നിൽക്കുമല്ലോ. നീ എന്നെ തടയല്ലു പടച്ചവന്, നീ എന്നെ തടയല്ലു പടച്ചവന്. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു അനുവദിച്ചു കൊടുത്തു. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു അനുവദിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഇബ്ലീസ് സ്വർഗത്തിന്റെ വെളിയിലോട്ട് കടന്നു പോയതെന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അവൻ ആയുസ് നീട്ടിത്തരണമെന്ന് ചോദിച്ചു, അല്ലാഹു അനുവദിച്ചു കൊടുത്തു. രണ്ടാമതായിട്ട് അവൻ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവന് സ്വാലിഹീങ്ങൾ നന്മ ചെയ്യുവാൻ വേണ്ടി മുന്നോട്ട് കാല് വെച്ചാൽ അവരുടെ മുന്നിൽ ഞാൻ തടസ്സമായിട്ട് നിൽക്കും, നീ എന്നെ തടയല്ലേ. അല്ലാഹു പറഞ്ഞു, ഞാൻ നിന്നെ തടയില്ല, നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഇതും അല്ലാഹു അനുവദിച്ചു കൊടുത്തു. എന്നിട്ടാണ് അവൻ സ്വർഗത്തിന്റെ വെളിയിലോട്ട് കടന്നു പോകുന്നത്. 40,000 വർഷം അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്തിട്ട് ആദ്യമായിട്ട് സ്വർഗത്തിന്റെ വെളിയിലോട്ട് ഇബ്ലീസ് കടന്നു. ആ ഇബ്ലീസ് എങ്ങോട്ട് പോയി? സ്വർഗത്തിൽ ഇരുന്ന ഇബ്ലീസ്, അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ടടുത്ത് ഇരിപ്പിടമുണ്ടായിരുന്ന ചെയറുണ്ടായിരുന്ന ഇബ്ലീസ് അവിടെ നിന്ന് എങ്ങോട്ട് പോയി? ഒരിക്കലെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ? പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. നിങ്ങളൊന്ന് ഉറക്കാൻ ആമീൻ പറ മനുഷ്യന്മാരെ. ഇതൊരുമാതിരി ജിന്നിനെ കണ്ടിട്ട് മനുഷ്യന്മാർ പേടിച്ചിരിക്കണമല്ലേ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. നന്മ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇബ്ലീസ് സ്വർഗത്തിന്റെ വെളിയിലോട്ട് ഇറങ്ങി. ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ
അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്, ഇബ്ലീസ് സ്വർഗത്തിന്റെ വെളിയിലോട്ടിറങ്ങി എങ്ങോട്ടാണ് കടന്നു പോയതെന്നറിയുമോ? ഈ ലോകത്തെ സമുദ്രങ്ങളുടെ നടുവിലോട്ടാണ്. സമുദ്രങ്ങളുടെ ഒത്ത നടുവിലോട്ട് ഇബ്ലീസ് കടന്നു വന്നു. യലൗ അർശഹു അലൽ മാ, അവിടെ അവൻ സിംഹാസനം പടുതു. അവിടെ അവൻ സിംഹാസനം പടുതു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ, എല്ലാ ദിവസവും അവനവന്റെ സിംഹാസനത്തിൽ ഇരിക്കാറുണ്ടത്രേ. കോടിക്കണക്കിന് പരിവാരങ്ങളെ അരികിലോട്ട് വിളിച്ചിട്ട് ആ സിംഹാസനത്തിൽ ഇരുന്ന് അവൻ പരിവാരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. അവിടുന്ന് പറയുന്നു, സ്വഹാബാ, എല്ലാ ദിവസവും ഇബ്ലീസ് തന്റെ പരിവാരങ്ങളെ അരികിലോട്ട് വിളിച്ചിട്ടു ഇബ്ലീസ് പറയുന്നത് എന്തെന്നറിയുമോ? യബ്അസു സറായാഹു ഫീ കുല്ലി യൗമിൻ യഫ്തിനൂനന്നാസ്. ലോകത്ത് അധിവസിക്കുന്ന സകലമാന മുഅ്മിനീങ്ങളുടെ അടുക്കലോട്ട് നിങ്ങൾ കടന്നു പോകണം. സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന നാടുകളിലേക്ക്, ഐക്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഭവനങ്ങളിലോട്ട്, ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന കൂട്ടുകാരിലോട്ട് നിങ്ങൾ കടന്നു ചെല്ലണം. എന്നിട്ട് അവരുടെ ഐക്യങ്ങൾ തകർക്കണം, അവരുടെ ഇടയിലുള്ള വിശ്വസ്തത തകർക്കണം, അവരുടെ ഇടയിൽ നിങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കണം, അവരുടെ ഇടയിൽ നിങ്ങൾ അക്രമങ്ങൾ ഉണ്ടാക്കണം എന്ന് തന്റെ പരിവാരങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ഇബ്ലീസ് എല്ലാ ദിവസവും തന്റെ പരിവാരങ്ങള് ലോകത്തിന്റെ നാനാ ദിക്കുകളിലോട്ട് പറഞ്ഞയക്കുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ അനൈക്യമുണ്ടാക്കുവാൻ, കലാപമുണ്ടാക്കുവാൻ, കലുഷിതമായ സാഹചര്യമുണ്ടാക്കുവാൻ, ഐക്യം തകർത്ത്, സ്നേഹം തകർത്ത്, ഇല്ലായ്മയും വല്ലായ്മയും കൊള്ളരുതായ്മയും ഉണ്ടാക്കുവാൻ, ഇതാണ് തന്റെ പരിവാരങ്ങൾക്ക് ഇബ്ലീസ് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ, ഇബ്ലീസ് അവന്റെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചില ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇബ്ലീസ് അവന്റെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത്, അവന്റെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചില ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാർക്കെന്നറിയുമോ? അഅ്ളമഹും ഇൻദഹു ഫിത്നതൽ ലിന്നാസ്. ജനങ്ങളുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കുന്നവൻ ആരാണോ അവൻക്കവന്റെ തൊട്ടടുത്തുള്ള ഇരിപ്പിടം നൽകി ഇബ്ലീസ് ആദരിക്കുമെന്നോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്ലീസിന്റെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചില ഇരിപ്പിടങ്ങളുണ്ട്, ചില ചെയറുകൾ. അത് കാലിയാണ്. വിശിഷ്യ ഭയങ്കര വലിയ പദവിയിലുള്ളവർക്ക് കൊടുക്കുന്ന കുറെ ഇരിപ്പിടങ്ങൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആർക്ക് വേണ്ടിയാണ് ഇബ്ലീസ് അത് മാറ്റി വെച്ചിരിക്കുന്നതെന്നറിയുമോ? ജനങ്ങളുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കുന്നവനാക്കി വെച്ചിരിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും ഒന്ന് ഞങ്ങളൊക്കെ എഴുന്നേക്ക്, എല്ലാവരും ഉമ്മമാരൊക്കെ എഴുന്നേക്ക്, എന്നിട്ടൊരു 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു. ഓപ്പറേറ്റർ ഒന്ന് മൈക്കിന്റെ ഓപ്പറേറ്റർ. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു ഈ സ്വലാത്ത് ചൊല്ലിയ നമുക്കൊക്കെ മദീന കാണാനുള്ള തൗഫീഖ് തരും. മദീന കാണാനുള്ള തൗഫീഖ് അല്ലാഹു തരുമാറാവട്ടെ. നമ്മുടെ സർവ്വ പ്രയാസങ്ങളും ഈ സ്വലാത്ത് മുഖാന്തരം അല്ലാഹു മാറ്റട്ടെ. മനുഷ്യരുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കുവാൻ, അതാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്വഭാവം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു
അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇബ്ലീസിനെ ഇഷ്ടപ്പെട്ടത് 10 പ്രവർത്തനങ്ങളാണ്. ആ 10 പ്രവർത്തനങ്ങൾ ആരൊക്കെ ചെയ്യുന്നുവോ അവൻ ഇബ്ലീസിന്റെ കൂട്ടുകാരനാണ് എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അവിടുന്ന് ഒന്നാമതായിട്ട് എണ്ണി, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വഷളാക്കുവാൻ ഇബ്ലീസും അവന്റെ അനുയായികളും വല്ലാതെ പരിശ്രമിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സ്വഹാബിയും അവരുടെ വാചകങ്ങളായിട്ട് പറയത്തില്ല, അവരുടെ അഭിപ്രായം കിതാബി രേഖപ്പെടുത്തത്തുമില്ല. അവര് പറയുന്നെങ്കിൽ ഹബീബായ നബിതങ്ങളുടെ വാചകമേ പറയുകയുള്ളൂ. ഇബ്നു അബ്ബാസ് തങ്ങൾ ഒന്നാമതായിട്ട് എണ്ണിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാചകമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം ഇല്ലാതാക്കുക എന്നുള്ളത് ഇബ്ലീസിന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലേ? പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് എന്റെ ഉമ്മ എന്റെ വാപ്പ എന്ന് പറഞ്ഞിരുന്നവൻ പെണ്ണ് കെട്ടിയതിന് ശേഷം നിന്റെ ഉമ്മ നിന്റെ വാപ്പ എന്ന് പറയുന്ന അവസ്ഥ. എന്തേ കാരണം? പെണ്ണ് കെട്ടി സാമ്പത്തികമൊക്കെയായി ഉമ്മ പഴയാള, വാപ്പ പഴയാള. പിന്നെ നീ നോക്കണം, നിന്റെ വീട്ടിലല്ലേ ഉമ്മ കഴിയുന്നത്, നീ കൊണ്ടുപോയി നോക്കിക്കോ എന്നൊക്കെ പറയുന്ന മക്കൾ അള്ളാഹു കാക്കുമാറാവട്ടെ. വന്ന് ഇപ്പൊ വരുന്ന വഴിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ടു. ഈ മലബാർ ഏതൊരു ഭാഗത്ത് 14 വയസ്സുകാരൻ ഫ്രീ ഫയർ ഗെയിം കളിക്കുവാൻ വേണ്ടി ഉമ്മ ഫോൺ കൊടുത്തില്ല. ഉമ്മാടെ കഴുത്തിൽ, ഉറങ്ങിക്കിടന്ന ഉമ്മാടെ കഴുത്തിൽ കത്തി വെച്ച് മുറിച്ചു. കണ്ടില്ല ഇന്ന് വാട്സപ്പില്? എല്ലാ ന്യൂസിലും ഉണ്ടായിരുന്നല്ലോ. ഇതാ അവസ്ഥ. ഉമ്മ ആരാ, വാപ്പ ആരാ, കൂടപ്പിറപ്പ് എന്താ, അവരുടെ മഹത്വം എന്താ, ഉമ്മാടെ മഹത്വം എന്താ, വാപ്പാടെ മഹത്വം എന്താ, ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്ന ഒരു ജനത. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഉറങ്ങിക്കിടക്കുന്നൊരുമ്മ. ഈ 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യന്റെ ഫോണിലെ നെറ്റിന്റെ റീചാർജ് കഴിഞ്ഞു. ഉമ്മയോട് ഇവൻ പറഞ്ഞു, നിങ്ങൾ റീചാർജ് ചെയ്തതാ? ഉമ്മ പറഞ്ഞു, ഞാൻ ചെയ്തു തരില്ല. എന്നാ നിങ്ങളുടെ ഫോൺ എനിക്ക് ഗെയിം കളിക്കാൻ താ. ഉമ്മ പറഞ്ഞു, ഞാൻ അതും തരില്ല. ഈ പയ്യൻ ഒന്നും പറയാതെ കിടന്നു. പാതിരാത്രി ഉറങ്ങിക്കിടന്ന ഉമ്മാടെ കഴുത്തിൽ കൊണ്ടുപോയിട്ട് കത്തിവെച്ചു. ഭാഗ്യത്തിന് ഉമ്മ രക്ഷപ്പെട്ടു. എന്തൊരവസ്ഥയാണ്! അല്ലാഹു കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാ ചതുക്കുഴികളെ തൊട്ടും കാക്കുമാറാവട്ടെ, നല്ല മക്കളാക്കുമാറാവട്ടെ. സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഉമ്മയുടെ മഹത്വം അറിയാത്തത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ. വാപ്പ ആര്, ഉമ്മ ആര് എന്നുള്ള ആ ഒരു പഠനം, അവരുടെ മഹത്വം, അവരെ പരിപാലിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അതെന്താണ് എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ഇമാം അത്താ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 4 പേരുടെ മുഖത്തോട്ട് വെറുതെ നോക്കിയിരുന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമാണ്. 4 പേരുടെ മുഖത്തോട്ട് വെറുതെ നോക്കിയിരുന്നാൽ മതി. ഒന്ന്, മുഖലിസായ ഉഹറവിയായ ഒരു പണ്ഡിതന്റെ മുഖത്തോട്ട് നോക്കിയിരുന്നാൽ നിനക്ക് അല്ലാഹു നന്മ എഴുതുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. 2, അവിടുന്ന് പറഞ്ഞു തന്നു, ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരിയുടെ മുഖത്തോട്ട് നോക്കിയിരുന്നാൽ അല്ലാഹു നിനക്ക് പ്രതിഫലം എഴുതുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. 3, സജീവമായിട്ട് ഇബാദത്ത് ചെയ്യുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ. അല്ലേ? വീട്ടില് സദാസമയം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മൂമ്മ, അതല്ലെങ്കിൽ നമ്മുടെ വല്യാപ്പ, അവരുടെ മുഖത്തോട്ട് വെറുതെ നോക്കിയിരുന്നാൽ ആ നോക്കുന്ന സമയം അത്രയും അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. 4, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖത്തോട്ട് വെറുതെ ഒന്ന് നോക്കിയാ മതി. നിന്റെ നോട്ടം കൊണ്ട് അവര് സന്തോഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ വിടന്നു പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിടന്നു പറഞ്ഞു തരികയാ, മാതാവിന്റെ നെറ്റിത്തടത്തിൽ നീ ഒരു ചുംബനം കൊടുത്തു കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും 70,000 വർഷം നിന്നെ വിദൂരത്ത് അല്ലാഹു ആക്കുമെന്നോ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
വേറൊരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഹജ്ജ് ചെയ്ത പ്രതിഫലം വേണോ സ്വഹാബ? ഹജ്ജ് ചെയ്യാതെ കഅബാലയത്തിന്റെ മുറ്റത്തോട്ട് കടന്നു ചെല്ലാതെ ദിവസവും ഹജ്ജ് ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എങ്ങനെയാണ് പ്രതിഫലം കിട്ടുന്നത്? എങ്ങനെയാണ് പ്രതിഫലം കിട്ടുന്നത്? അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, വാപ്പാടയും ഉമ്മാടയും മുഖത്തോട്ട് നോക്കി നീ നല്ല വാക്ക് പറഞ്ഞാൽ, നിന്റെ സംസാരം കൊണ്ടവരൊന്ന് സന്തോഷിച്ച് കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം തരുമെന്നോ മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പയും ഉമ്മയും എന്നുള്ളത് നിസാരക്കാരല്ലടോ. വാപ്പയും ഉമ്മയും എന്നുള്ളത് നിസാരക്കാരല്ല. എത്ര പ്രതിഫലമാണ് അവരെയൊന്ന് നോക്കിയാൽ തന്നെ കിട്ടുന്നത്. അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറയുകയോ, ഇതാ ദഅത്ക ഉമ്മുക ഫിസ്സലാ ഫഅജിബ്ഹാ. ഈ ലോകത്തെ പടച്ച റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കുവാൻ വേണ്ടി നീ കൈകെട്ടി നിൽക്കുമ്പോൾ, നീ നമസ്കരിക്കുവാൻ വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോൾ രോഗം പിടിച്ച് വയ്യാതെ റൂമിന്റെ അപ്പുറ കിടക്കുന്ന നിന്റെ ഉമ്മ, നിന്റെ വാപ്പ നിന്നെ പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാലു നീ കൈയടിച്ചിട്ടവരുടെ അരികിലോട്ട് കടന്നു ചെന്ന് അവരുടെ വിളിക്ക് ഉത്തരം നൽകണമെന്നോ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തു വന്നാലും നമസ്കരിക്കാൻ കൈകെട്ടിയാൽ കൈയഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നിന്റെ ഉമ്മ നിന്നെ വിളിച്ചു കഴിഞ്ഞാലു, നിന്റെ വാപ്പ നിന്നെ വിളിച്ചു കഴിഞ്ഞാലു നീ കൈയഴിക്കണം. നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും വിളിക്കുത്തരം നൽകണം. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നത്. വീണ്ടും അവിടുന്ന് പറഞ്ഞു തരികയോ, നീ നിന്റെ പിതാവിനെ നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കരുത്. പിതാവിരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കല്ലോ. നീ നിന്റെ വാപ്പാനെ ഇഷ്ടമല്ലാത്ത വാക്കു പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കല്ലോ. മഹാരഥന്മാരായ പണ്ഡിതന്മാരെഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ വാപ്പ സാധാരണക്കാരനാണെങ്കിൽ, നിന്റെ ഉമ്മ സാധാരണക്കാരിയാണെങ്കിൽ, നീ വലിയ പണ്ഡിതനായിരിക്കാം, വലിയ ആലിമായിരിക്കാം, ഹാഫിളായിരിക്കാം, എന്നാലും നിന്റെ വാപ്പാടെ അനുവാദമില്ലാതെ ആ മനുഷ്യന് ഇമാമത്ത് നിൽക്കാൻ പാടില്ലത്രേ. ഇതാണടോ വാപ്പയുടെ മഹത്വം. ഇതാണ് സഹോദര ഉമ്മയുടെ മഹത്വം. വാപ്പയുടെ മഹത്വം നിനക്കറിയുമോ? മഹാനായ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം ഇരിക്കുന്നതെങ്കിലോ, ഉമ്മാടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം ഇരിക്കുന്നതെങ്കിലോ, ആ ഉമ്മാടെ കാലിന്റെ ചുവട്ടിലുള്ള സ്വർഗത്തിലോട്ടുള്ള കവാടം, ആ കവാടം ഏതെന്നറിയുമോ? അത് നിന്റെ വാപ്പയാണ്, വാപ്പയാണ്, വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പാനെ വേദനിപ്പിച്ചാൽ സ്വർഗമില്ല സഹോദര. ആ മനസ്സൊന്ന് വേദനിപ്പിച്ചാൽ സ്വർഗത്തിന്റെ പരിമളം പോലും നീ ആസ്വദിക്കില്ല. വാപ്പാനെ പരിഗണിക്കാതെ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു ബറക്കത്ത് പോലും ഉണ്ടാകില്ല. എന്നും ഉമ്മാനെ വിളിക്കാറുണ്ടല്ലോ, എന്നും ഭാര്യയെ വിളിക്കാറുണ്ടല്ലോ, എന്നും മക്കളെ വിളിക്കാറുണ്ടല്ലോ. നിന്റെ വിളിയും കാത്ത്, നിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതും കാത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടിന്റെ അകത്തിരിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ചോര നീരാക്കിയ മനുഷ്യന്, പകലന്തിയോളം പാടുപെട്ട് പണിയെടുത്ത് നിന്നെ നീയാക്കിയ മനുഷ്യന് ആ വാപ്പാനെ വേദനിപ്പിച്ചാലോ ഇഹത്തിലും പരത്തിലും നീ പരാജയപ്പെടുമെന്നോ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ സമ്പാദ്യം നിന്റെ വാപ്പ കൊണ്ട് വെയിലാണ്. നീ അധ്വാനിച്ചതെല്ലാം നിന്റെ വാപ്പ ഉണ്ടാക്കിയത് തന്നെയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിലോട്ട് ഒരു പ്രിയപ്പെട്ട പിതാവ് കടന്നു വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്,
എനിക്കൊരു മകനുണ്ട് നബിയേ, എനിക്കൊരു മകനുണ്ട്. ആ മകൻ എനിക്ക് ചെലവിന് തരില്ല, എനിക്ക് ഭക്ഷണം മേടിച്ചു തരില്ല, എനിക്ക് മരുന്ന് മേടിച്ചു തരില്ല, എന്റെ മുഖത്തോട്ട് നോക്കിയിട്ടൊരു സലാം പോലും പറയില്ല. വീടിന്റെ അകത്ത് ഞാൻ അവനൊരു ബാധ്യതയാണ് നബിയേ. സങ്കടത്തോടെ കണ്ണുനീരോടെ പ്രവാചകന്റെ മുന്നിൽ ആ വലാതി പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഉപ്പാ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മകന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഞാൻ എന്റെ മകന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ചോര നീരാക്കി പാടുപെട്ട് പണിയെടുത്തു. എന്റെ പൊന്നാര മകനെ ഞാൻ വളർത്തി വലുതാക്കി. പക്ഷേ അവൻ എന്നെ പരിഗണിക്കാത്തതിലാണ് എനിക്ക് വിഷമം. ആ പ്രവാചകന മകനെ അരികിലോട്ട് വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു, സത്യമാണോ എന്ന് ചോദിച്ചു. ആ മകൻ പറഞ്ഞു, നബിയേ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്റെ ഭാര്യ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ മകൻ പറയാ, എന്റെ ഭാര്യ എന്റെ വാപ്പാക്ക് ചെലവിനുള്ള പണം കൊടുക്കുന്നുണ്ടായിരുന്നെന്നാണ് ഞാൻ കരുതിയതോ. ഇപ്പൊ വാപ്പ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നതോ. എന്നിട്ട് ആ മകനും പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? മോനെ, നിന്റെ ഭാര്യയുടെ കയ്യിലോട്ട് പണം കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുമ്പ് നീ സമ്പാദിച്ച നിന്റെ പണമുണ്ടല്ലോ, നിന്റെ പണം നിന്റെ ഭാര്യയുടെ കയ്യിലേൽപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ സമ്പാദിച്ച് നിന്റെ ചെലവ് നടത്തിയ നിന്റെ വാപ്പ, ആ വാപ്പയുടെ കയ്യിലോട്ടൊരു വിഹിതം നീ കൊടുക്കണം. അന്തവ മാലുക്കലി അബീക, ആ മനുഷ്യന് നിന്റെ സമ്പത്തിൽ നിന്ന് ചോദിക്കാതെ എടുക്കാനും അവകാശമുണ്ടോ? നിന്റെ വാപ്പാക്ക് നിന്റെ സമ്പത്തിൽ നിന്നോ ചോദിക്കാതെ എടുക്കാനും അവകാശമുണ്ടോ? അതാണോ വാപ്പയുടെ മഹത്വം? അതാണ് സഹോദര വാപ്പയുടെ മഹത്വം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ സമുദായത്തോട് പറഞ്ഞു തരികയാ, മോനെ, നിന്റെ സമ്പത്തിൽ നിന്നും അനുവാദം കൂടാതെ ഒരാൾക്ക് എടുക്കാൻ അനുവാദമുണ്ടെങ്കിൽ അത് നിന്റെ വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ